രാജ്യത്തെ ഞെട്ടിച്ച പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഈ സമയം ഇപ്പോൾ 3 ദിവസം പിന്നിടുകയാണ്. ഇപ്പോഴും പൊതുസമൂഹം കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്നുണ്ട്. പ്രതിദിനം 12,000-ഓളം ആളുകൾ വന്നു പോകുന്ന, വിദേശികളടക്കം വന്നു പോകുന്ന പഹൽഗാമിൽ, ബൈസരൻ വാലിയിൽ അത്രയും കൂളായി 6 ഭീകരവാദികൾ ആയുധങ്ങളുമായെത്തി 26 പേരെ വെടിവെച്ചു കൊന്നുപോയെങ്കിൽ അതിനുത്തരവാദി ആരാണ്? അവിടെയുണ്ടായ സുരക്ഷാ വീഴ്ചയ്ക്ക് ഉത്തരവാദിയാണെന്ന് ആരാണെന്ന് നിരന്തരം പൊതുസമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ സർവകക്ഷി യോഗത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടി പ്രതിനിധികളും അത് ചോദിക്കുന്നു. കൊല്ലപ്പെട്ട ആളുകളുടെ ബന്ധുക്കളും ഇപ്പോൾ അത് ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ മഹാരാഷ്ട്രയിൽ കൊല്ലപ്പെട്ട ആളുടെ ബന്ധുക്കൾ ഇതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ഇന്നലെ ഇതേ ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകനെ BJP MLA അടക്കമുള്ളവർ മർദ്ദിച്ചു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഇത്രയും വലിയൊരു സെക്യൂരിറ്റി ലാപ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും BJPയും എന്തുകൊണ്ട് ഒളിച്ചോടുന്നു? എന്തുകൊണ്ട് ഇപ്പോഴും ഒരു കൃത്യമായി മറുപടി നൽകാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം നിരന്തരം ഉയരുകയാണ്. അതുതന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്നും. നിഷാദ്, 3-ാം ദിവസവും അതിന് കൃത്യമായി മറുപടി നൽകാൻ കേന്ദ്രത്തിന് കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ആ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന അന്തരീക്ഷം രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചോദ്യം ചോദിക്കുന്ന ആളുകളെ ഒന്നുകിൽ ഭീകരവാദികളുടെ ബന്ധുക്കളായിട്ടോ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സഹായികളായിട്ടോ, പാകിസ്ഥാൻ അനുകൂലികളായിട്ടോ, രാജ്യ ശത്രുക്കളായിട്ടോ ഒക്കെ മുദ്ര കുത്തുക, ഒരു പടി കൂടി കടന്നവരെ ആക്രമിക്കുക എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. ആർക്കും ഒരു വിമർശനം ഉന്നയിക്കാൻ പറ്റില്ല. ഉന്നയിക്കുന്നവരൊക്കെ രാജ്യത്തിൻ്റെ ശത്രുക്കളോ പാകിസ്ഥാൻ്റെ ആളുകളോ ആയിട്ട് മാറുകയാണ്. ഏതൊരു സംഭവത്തിനെയും കുറിച്ചും ഇപ്പോൾ സർക്കാർ കർശനമായി പാകിസ്ഥാന് മറുപടി കൊടുക്കുന്നതിൻ്റെ ചില സ്റ്റെപ്സൊക്കെ എടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ സൈനിക വിന്യാസം കൂട്ടുന്നു, സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കുന്നു, ഇനി ഒരു ആക്രമണവും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് തരുന്നു. അതൊക്കെ ഓക്കെ. ബട്ട് ഏതൊരു സംഭവത്തെ സംബന്ധിച്ചും സേഫു അക്കൗണ്ടബിലിറ്റി ഒരു പ്രധാന സംഗതിയാണ്. ഒരു കാര്യം എങ്ങനെ നടന്നു, അത് നടക്കാനിടയായ സാഹചര്യം എന്താണ്, അതിൽ ആർക്കെങ്കിലും വീഴ്ചയുണ്ടോ, ഉണ്ടെങ്കിൽ ആരാണത്, അത് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ലോകത്തെ ഏത് സംഭവത്തിലും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ മാത്രം നമുക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ, പത്താൻകോട്ടിൽ നടക്കുന്ന ആക്രമണം, ഉറിയിൽ നടക്കുന്ന ആക്രമണം, പുൽവാമയിൽ നടന്ന ആക്രമണം, ഇവ എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് കശ്മീർ പോലെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്രയും തന്ത്രപ്രധാന മേഖലകളിൽ സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടായി, ആരാണതിൻ്റെ അക്കൗണ്ടബിളായ ആളുകൾ, എവിടെയാണ് പ്രശ്നം? അതാണ് അക്കൗണ്ടബിലിറ്റി എന്നുള്ള വാക്ക്. ആ വാക്കാണ് ഞാൻ ആവർത്തിച്ച് പറഞ്ഞത്. അതെവിടെ? ഈ സർക്കാരിൻ്റെ മുമ്പിൽ പ്രസക്തമല്ലാത്തൊരു വാക്കാണത്. സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ തിരിച്ചടികൾ കൊടുക്കുന്നു. ഓക്കെ, തിരിച്ചടികൾ കൊടുത്തോളൂ. പക്ഷേ തിരിച്ചടികൾ കൊടുത്താലും നമുക്ക് നഷ്ടപ്പെട്ട 28 ജീവനുകൾ, പുൽവാമയിൽ കൊല്ലപ്പെട്ട 40-ലധികം അർദ്ധ സൈനിക വിഭാഗത്തിലെ ആളുകളുടെ ജീവനുകൾ, ഉറിയിലും പത്താൻകോട്ടിലും ഉണ്ടായ അപകടങ്ങൾ, ഇതൊന്നും തിരിച്ചു കിട്ടാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്, ആരുടെ ഉദാസീനത കൊണ്ടാണ്, ആരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ടാണ്, ആര് കൃത്യമായി പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ പറയുന്ന ജീവനാശങ്ങൾ നമുക്കുണ്ടായത്, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടത്? അത് പറയണ്ടേ? മറ്റേതൊക്കെ ഓക്കെ, അത് പറയണമല്ലോ. നമ്മൾ എത്രയോ 2 തവണ പാകിസ്ഥാനോട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട്, പലതരത്തിലുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് പാകിസ്ഥാനെതിരെ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് പാകിസ്ഥാനെതിരെ നയതന്ത്രപരവും സൈനികവുമായ നടപടികൾ ഇപ്പോൾ എടുക്കുന്നു. പക്ഷേ ഈ നഷ്ടപ്പെടുന്ന ഈ ആൾനാശത്തിന് ഉത്തരം പറയാനുള്ള ബാധ്യത ആർക്കും ഇല്ല എന്നാണോ? അങ്ങനെ അത്തരം നമ്മൾ ഇന്നലെ കൂടെ പറഞ്ഞു, അത്തരം ധാർമ്മികമായും നൈതികവുമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. ശിവരാജ് പാട്ടീലിൻ്റെ കാര്യം. ശിവരാജ് പാട്ടീൽ രാജിവെച്ചു എന്നുള്ളത് വലിയ കാര്യം. പക്ഷേ ശിവരാജ് പാട്ടീൽ രാജിവെച്ചേ മതിയാകുമെന്ന് പലകുറി ആവശ്യം ഉന്നയിക്കുകയും അതിന് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്ത പാർട്ടിയാണ് BJP. ഇപ്പോൾ ആ ധാർമ്മികതയുടെ പ്രതലം BJPക്ക് കാണാൻ പറ്റുന്നില്ലേ? അതെന്താണ് ഉന്നയിക്കാത്തത്? അന്ന് ശിവരാജ് പാട്ടീലിനോട് രാജിവെക്കുമെന്ന് ആവശ്യപ്പെടുന്ന അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. ഇന്നത്തെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുമോ? അങ്ങനെ ഒരു ചർച്ച പോലും ഇവിടെ ഉയർന്നു കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നതേ ഇല്ല. ഇനിയിപ്പോൾ നോക്കൂ, നമ്മൾ ഈ പറയുന്നതിനകത്തെ പ്രശ്നം പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോഴാണോ സംസാരിക്കേണ്ടത്? സർക്കാരിനെ വിമർശിക്കുന്നത് സർക്കാർ രാജ്യത്തിനെതിരാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ ബന്ധുക്കൾ പറഞ്ഞത് എന്താണ്? അവിടെ ഒരു നിലയ്ക്കുമുള്ള സുരക്ഷാ സംവിധാനമില്ല, ഒരു എയ്ഡ് പോസ്റ്റ് ഇല്ല, മെഡിക്കൽ എയ്ഡ് തരാനൊരു സംവിധാനമില്ല. ഇന്നലെ പറഞ്ഞല്ലോ, 12,000 ആൾക്കാർ ഡെയിലി പോകുന്നൊരു സ്ഥലമാണ്. 1.5 മണിക്കൂർ ചോര വാർന്ന് കിടന്നിട്ടാണ് എൻ്റെ ബന്ധു മരിച്ചത്. അവിടേക്ക് ഒരു സർക്കാരിൻ്റെ ആളെത്തിയത്, പട്ടാളത്തിൻ്റെ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ പോലീസിൻ്റെ ആളിലെത്തിയത് അത്രയും സമയം കഴിഞ്ഞിട്ടാണ്. അത് വീഴ്ചയല്ലേ? ഇപ്പോൾ വേറൊരു വാർത്ത അവിടെ നിന്ന് കേൾക്കുന്നു. അതായത് അവിടുത്തെ ലോക്കൽ അതോറിറ്റീസ് ഈ താഴ്വര തുറന്നു കൊടുത്തത് സുരക്ഷാ സംവിധാനങ്ങളെ അറിയിക്കാതെയാണ്, ഇൻഫോം ചെയ്തിരുന്നില്ല എന്ന വീഴ്ചയുണ്ട് എന്ന കാര്യത്തിലേക്ക് എത്തിയെന്ന് അറിയില്ല. സർക്കാരുമായി ബന്ധപ്പെട്ടതും കശ്മീരിലെ ഈ ടെറർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് വരുന്ന മാധ്യമ വാർത്തകൾ പലതും ഗവൺമെൻറ് ഒഫീഷ്യൽ ആയിട്ടുള്ള കുറിപ്പുകളൊന്നുമല്ല, പലതരത്തിലുള്ള കഥകളും വാർത്തകളും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനൊരു വിലയിരുത്തലുണ്ടായി എന്ന് വാർത്ത പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അവിടെ ലോക്കൽ അതോറിറ്റീസ് 2,000 പേര് പ്രതിദിനം പോകുന്ന ഒരു സ്ഥലം ഓപ്പൺ ചെയ്ത് കൊടുത്ത് ദിവസങ്ങളായി സഞ്ചാരികൾ പോകുന്നു വരുന്നു. സുരക്ഷാ സേന അറിയുന്നില്ല. വേറെ ഒരു നാട് പോലല്ലോ, കശ്മീരല്ലേ,
കശ്മീരിൽ എന്തുമാത്രം ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്, എന്തുമാത്രം സൈനിക ആൻഡ് പോലീസ് ആൻഡ് CRPF സംവിധാനമുണ്ട്. അവരൊന്നും അറിഞ്ഞില്ല ഈ ആൾക്കാർ പോവുകയും വരികയും ചെയ്യുന്നത്, ഇൻഫോം ഒഫീഷ്യലി ചെയ്തിട്ടില്ലെങ്കിൽ കൂടി. അപ്പോൾ ഇതിനകത്തെല്ലാം പ്രശ്നമുണ്ട്. ഇൻ്റലിജൻസ് ബ്യൂറോ എന്ന് പറയുന്ന സംവിധാനം, ഈ ഏജൻസി, ഈ ടെററിസ്റ്റ് ഗ്രൂപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, അവരെവിടെയൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ആരാണ് അവർക്ക് സഹായം കൊടുക്കുന്നത്, ഇത് നമുക്ക് തടയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനകത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച അക്കൗണ്ടബിൾ ആവണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ ചിതയൊടുങ്ങും മുമ്പ് തന്നെ അദ്ദേഹം പോയി വലിയ പ്രസംഗങ്ങൾ നടന്നു, വലിയ റാലിയെ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹം ഭീകരതയെ മണ്ണോട് ചേർക്കുമെന്ന് പറയുന്നു. ആ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയണം, ഞാൻ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ നിങ്ങൾ മുഴുവൻ പേർക്കും സുരക്ഷ നൽകും, ഭീകരതയ്ക്കെതിരായിട്ട് സുരക്ഷ നൽകും, പട്ടാളക്കാർക്കും സാധാരണ പൗരന്മാർക്കും സിവിലിയന്മാർക്കും ഞാൻ സംരക്ഷണം നൽകുമെന്ന എൻ്റെ വാഗ്ദത്തം എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞില്ല. അത് പറയാനുള്ള ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ പറയണം, ഭീകരത എന്ന് പറഞ്ഞാൽ ഇപ്പം കാശ്മീർ പോലെ ഇത്രയും ഒരു ടെറൈൻ പ്രത്യേകതയുള്ള സ്ഥലത്ത്, അന്നോ കിലോമീറ്റർ കണക്കിന് അതിർത്തിയുള്ള ഒരു സ്ഥലത്ത്, പാകിസ്ഥാൻ പോലെ ഒരു രാജ്യത്തെ സംവിധാനങ്ങൾ മുഴുവൻ ടെററിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നാട്ടിൽ അത്ര എളുപ്പമൊന്നുമല്ല ഭീകരവാദികൾ എവിടെ നിന്നും തോക്കെടുത്ത് വെടിവെച്ചാൽ പിടിക്കാൻ. അത് വേണം നമുക്ക് മനസ്സിലാവുന്ന ഒരു ന്യായമാണ്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ മനസ്സിലാക്കാം, ഒരു വശത്ത് വേണമെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ അത് മോദി ഭരിക്കുമ്പോൾ മാത്രമുള്ള ഒരു ന്യായമല്ല, മറ്റുള്ള ആൾക്കാർ ഭരിക്കുമ്പോഴും സംഭവിച്ചിട്ടുണ്ട്. അന്ന് ആ ന്യായത്തിൻ്റെ ഒരു ഇളവും കൊടുക്കാത്തവരാണ് ഇന്ന് ഈ നാട് ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ടബിലിറ്റി, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന കാര്യം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമോ, അതിന് ആരാണ് ഉത്തരവാദിത്തം എന്ന കാര്യം, അതിന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, രാഷ്ട്രീയ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ, ഈ ചോദ്യങ്ങൾ അവിടെയുണ്ട്. ആ ചോദ്യം ചോദിക്കുന്ന ആരാണ്? കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളാണ്. ഞങ്ങൾക്ക് സുരക്ഷാ സഹായം കിട്ടിയില്ല, ഞങ്ങൾക്ക് മെഡിക്കൽ സഹായം കിട്ടിയില്ല, ഒരു ഔദ്യോഗിക സംവിധാനവും അവിടെ ഉണ്ടായിരുന്നില്ല. അത് സ്റ്റേറ്റിനെ ഒന്നും പഴി പറയാൻ പറ്റില്ല, കാരണം അവിടുത്തെ മൊത്തം ടോട്ടൽ കാര്യങ്ങൾ നോക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സുരക്ഷയെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. എന്ന് മാത്രമല്ല, അവിടെ ഒരു സർക്കാർ, സംസ്ഥാനത്തൊരു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി ചീഫ് പോലെയുള്ളൂ, ബാക്കി മുഴുവൻ കവർന്നെടുത്തിട്ടാണ് പുതിയ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതിനൊന്നും കാര്യമില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് ജസ്റ്റ് ലൈക്ക് എ കോർപ്പറേഷൻ ഓർ മുനിസിപ്പാലിറ്റി, അത്രേ ഉള്ളൂ. ബാക്കി മുഴുവൻ തന്ത്രപ്രധാനമായ കാര്യങ്ങളെയും റൺ ചെയ്യുന്നതും അതിൻ്റെ അധികാരപ്പെട്ട ആളുകളും ഡൽഹിയിലിരിക്കുന്ന അമിത്ഷാ അടക്കമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് ഈ വീഴ്ച പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. അത് ഉന്നയിക്കുന്ന ആളുകളെ രാജ്യദ്രോഹികളാക്കി അവരുടെ വായടപ്പിച്ച് കളയാം, അവരെ ഭയപ്പെടുത്തി കളയാം. ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള സാഹചര്യമാണ്. മുമ്പൊക്കെയാണ് എന്തും ചോദിക്കായിരുന്നു, ആർക്ക് വേണമെങ്കിലും സർക്കാരിനെ എതിർക്കായിരുന്നു. ഈ സർക്കാർ ഒരു മാത്രം കാര്യത്തൊന്നും നമുക്ക് എതിർക്കാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. കോൺഗ്രസ്, രമേശ് ചെന്നിത്തല ആൾക്കാർ, കോൺഗ്രസിൻ്റെ നേതൃത്വം, പല കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ പ്രശ്നം വളരെ സീരിയസ് ആയിട്ട് ഉന്നയിക്കുന്നുണ്ട്. കൂടുതൽ ഉച്ചത്തിൽ ഉന്നയിക്കേണ്ടതാണ്. നമ്മുടെ ഭരണകൂടത്തെ നമ്മളാണ് നമുക്ക് വേണ്ടി ഭരിക്കേണ്ടവർ, നമ്മൾ നടത്തുന്നതാണ് ഈ ഭരണകൂടം എന്ന് പറയുന്ന സംവിധാനം. അതിനുവേണ്ടിയുള്ള ചിലവും കാര്യങ്ങളും എല്ലാം, അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രിവിലേജും എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. സോ ചോദ്യം ചോദിക്കാൻ നമ്മളാണ് ഏറ്റവും പവർഫുൾ ആൾക്കാർ. ആ ചോദ്യം ചോദിക്കാനാണ്, അതിനൊരു വിട്ടുവീഴ്ചയും പാടില്ല. അജിംസ, ഈ ആക്രമണം നടത്തിയ ഭീകരവാദികളെ തേടിയുള്ള അന്വേഷണത്തോളം തന്നെ ആവശ്യമായ ഒന്നല്ലേ ഈ വീഴ്ചയിൽ ഉത്തരവാദിത്വം തേടിയുള്ള ഒരു അന്വേഷണവും? തീർച്ചയായിട്ടും. കശ്മീരിനെ സംബന്ധിച്ച് സവിശേഷമായും മുൻകാലങ്ങളിൽ എങ്ങനെയൊക്കെ വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് പിന്നീട് അവിടെ ഭീകരതയുടെ വളർച്ചയ്ക്ക് എങ്ങനെ കാരണമായിട്ടുണ്ട് എന്നെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇതിപ്പോഴാണോ പരിശോധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇത് കഴിയുമ്പോൾ നമ്മൾ മറന്നുപോകും. അടുത്ത ഭീകരാക്രമണം ഉണ്ടാകും, പിന്നെ അപ്പോഴും നമുക്ക് മിണ്ടാൻ പറ്റില്ല. പുൽവാമ ഉണ്ടായിരുന്നപ്പോൾ ഇതിനേക്കാൾ വലിയ ജിങ്കോയ്സ് ആയിരുന്നല്ലോ. പുൽവാമയിൽ സിവിലിയൻസ് അല്ല മരിച്ചത്, CRPF ജവാന്മാരാണ് മരിച്ചത്. അപ്പോൾ ഭരണകൂടത്തെ വിമർശിച്ച പ്രതിപക്ഷ നേതാക്കളെ പരസ്യമായി അപഹസിക്കുകയാണ് അന്ന് ഭരണകൂടം ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ അവരുടെ ഒപ്പമാണ്, ഭീകരന്മാരോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളെ വായടപ്പിക്കുകയായിരുന്നു ഭരണകൂടം ചെയ്തത്. പക്ഷേ ഇക്കുറി അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇക്കുറി സർവകക്ഷി യോഗം വിളിക്കുന്നു. സർവകക്ഷി യോഗത്തിനകത്ത് രഹസ്യമായിട്ടാണെങ്കിലും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഭരണകൂടം സമ്മതിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വാർത്ത. അപ്പോൾ ഈ സുരക്ഷാ വീഴ്ച എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. 1994 മൗലാന മസൂദ് അസർ എന്ന് പറയുന്നൊരു കൊടും ഭീകരൻ, അയാളെ കശ്മീരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അയാളൊരു ഫേക്ക് ഐഡൻറ്റിറ്റി ആയിട്ട് അവിടെ താമസിച്ചു വരികയായിരുന്നു. അയാൾ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് നുഴഞ്ഞു കയറിയ ആളാണ്. ഇയാളെ ജയിലിലടച്ചു. കഴിഞ്ഞ് പിന്നീട് കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോയാൽ ഓർമ്മയുണ്ടാവും. കാണ്ഡഹാർ വിമാനം തട്ടിക്കൊണ്ടുപോയി അത് കാണ്ഡഹാറിൽ കൊണ്ടുവന്ന് ഇറക്കി ഇന്ത്യയുമായി വിലപേശി. അതിലുള്ള ആളുകളുടെ ജീവൻ വെച്ചിട്ട് ഈ ഭീകരവാദികൾ ഇന്ത്യയുമായി വിലപേശി. അന്ന് വാജ്പേയിയാണ് ഭരിക്കുന്നത്, ജസ്വന്ത് സിംഗ് ആണ് വിദേശകാര്യമന്ത്രി. ആ വിലപേശലിൽ, ഈ നെഗോഷിയേഷനിൽ പങ്കെടുത്ത ഒരാളാണ് ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉപദേഷ്ടാവ്, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ. അന്ന് ആ നെഗോഷിയേഷൻ നടത്തുന്നതിൽ റിസർച്ച് ആൻഡ് അനാലിസിസ് കൊണ്ട് അന്ന് ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ അജിത് ഡോവലുണ്ട്, ഒരുപാട് ഒഫീഷ്യൽസ് ഉണ്ട്, മന്ത്രി, എല്ലാവരും ഉണ്ട്. എല്ലാവരും പങ്കേറുന്ന നെഗോഷിയേഷനാണ്. അവരുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് ഈ കശ്മീർ ജയിലിൽ കിടക്കുന്ന ഭീകരനായ മൗലാന മസൂദ് അസറിനെ വിട്ടയക്കണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഈ നെഗോഷിയേഷനിൽ ഈ ആവശ്യം അംഗീകരിച്ചു. AS ദുലാത്ത് എന്ന് പറയുന്ന അന്നത്തെ റോയുടെ മേധാവി, അന്ന്
കശ്മീർ മുഖ്യമന്ത്രിയായിരുന്ന ഫാറൂഖ് അബ്ദുള്ളയോട് വിളിച്ച് പറയുന്നു, ഇയാൾ ഉൾപ്പെടെ മൗലാന മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഈ ഭീകരന്മാരെ ജയിലിൽ നിന്ന് പുറത്തു വിടണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ വന്നപ്പോൾ ഫാറൂഖ് അബ്ദുള്ള തിരിച്ചു പറഞ്ഞത് ഒരു കാരണവശാലും ഇവരെ പുറത്തു വിടരുത്, അത് വലിയ തോതിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ കശ്മീരിനെ സംബന്ധിച്ചുണ്ടാക്കും എന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത്. ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാവുന്നതാണ് നമ്മൾ കാണുന്നത്. മൗലാന മസൂദ് അസറിനെ വിട്ടയച്ചു. തൊട്ടുടനെ തന്നെ നമ്മൾ കാണുന്നത് പാർലമെൻറ്റ് ആക്രമണമാണ്. പാർലമെൻറ്റ് ആക്രമണത്തിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് അന്നത്തെ BJP സർക്കാർ കൊടുക്കുന്ന മറുപടി അത് ജെയ്ഷെ മുഹമ്മദ് ആണെന്നാണ്. ഇയാൾ പുറത്തിറങ്ങി ആദ്യം സ്വീകരിച്ച നടപടി പാകിസ്ഥാൻ ചെന്നിട്ട് ജെയ്ഷെ മുഹമ്മദ് രൂപീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ജെയ്ഷെ മുഹമ്മദ് രൂപീകരിക്കുന്നു, പാർലമെൻറ്റ് ആക്രമണം നടത്തുന്നു. ഇനി ഇന്ത്യക്കെതിരെ ഉണ്ടായിട്ടുള്ള മുഴുവൻ ഭീകരാക്രമണങ്ങളും ജെയ്ഷെ മുഹമ്മദിൻ്റെ പങ്കാലോചിക്കുക. പത്താൻകോട്ട് ആക്രമണം, പുൽവാമ ആക്രമണത്തിന് പിന്നിലാരാണ്? നമ്മുടെ ഭരണകൂടം പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് ആണെന്നാണ്. ഏത് ജെയ്ഷെ മുഹമ്മദ്? ഇപ്പോഴും 56 വയസ്സ് മാത്രമുള്ള അന്ന് വിട്ടയച്ച, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിട്ടയച്ച മൗലാന മസൂദ് അസർ പാകിസ്ഥാനിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന ഭീകരാക്രമണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഫാറൂഖ് അബ്ദുള്ള കൊടുത്ത മുന്നറിയിപ്പ് എന്തായിരുന്നു? ഈ ഭീകരന്മാരെ വിട്ടയച്ചാൽ അത് കശ്മീരിനെ സംബന്ധിച്ച് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് പറയാനുള്ള വിസ്ഡം ഫാറൂഖ് അബ്ദുള്ളയ്ക്ക് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഫാറൂഖ് അബ്ദുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. അദ്ദേഹത്തിന് കശ്മീരിൻ്റെ പൾസ് അറിയാം. ഈ അവിടെ നിൽക്കട്ടെ, ഇപ്പോൾ അബ്രോഗേഷൻ ഓഫ് ആർട്ടിക്കിൾ 370 അത് എടുത്തു കളഞ്ഞ ആ സമയത്ത് നമ്മൾ എന്താ കശ്മീരിൽ കണ്ടത്? ഇതുപോലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ വോട്ട് വാങ്ങി അസംബ്ലിയിലേക്ക് വരുന്ന, ജനങ്ങളുടെ പ്രതിനിധിയായി കശ്മീരിനെ ഭരിക്കുന്ന ആളുകളെ മുഴുവൻ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ടാണ് അത് നടപ്പാക്കിയത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ജനാധിപത്യപരമായി ഭരിക്കുന്ന ജനപ്രതിനിധികൾക്ക്, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് കശ്മീരിൻ്റെ പൾസ് അറിയാം. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാം. അവിടെ ഒരു ഭീകരൻ നുഴഞ്ഞു കയറിയാൽ അവർക്ക് വിവരം ലഭിക്കും. എന്നിട്ട് അമിത്ഷാ 2 ആഴ്ച മുമ്പ്, ഈ പെഹൽഗാം ആക്രമണം ഉണ്ടാകുന്ന 2 ആഴ്ച മുമ്പ് കശ്മീരിൽ നടന്ന ഒരു സുരക്ഷാ റിവ്യൂ മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ മകനും ഫാറൂഖ് അബ്ദുള്ളയുടെ മകനായ ഉമർ അബ്ദുള്ളയും, ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഉമർ അബ്ദുള്ളയെ പുറത്തു നിർത്തിയിട്ടാണ് മീറ്റിംഗ് നടത്തിയത്. അതായത് ആഭ്യന്തര വകുപ്പ് കേന്ദ്രമാണ് ഭരിക്കുന്നത്. അപ്പോൾ കേന്ദ്രം നേരിട്ട് ആഭ്യന്തര വകുപ്പ് കശ്മീർ ഭരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ഗ്രൗണ്ട് റിയാലിറ്റി അറിയാവുന്ന ആളുകളിൽ നിന്നുള്ള ഇൻ്റലിജൻസ്, അതും ഇൻ്റലിജൻസ് തന്നെയാണ്. നമ്മുടെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന വിവരശേഖരണം മാത്രമല്ല, ആ വിവരശേഖരണത്തിൽ പഴുതുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേസമയം ഇത് ഗ്രൗണ്ട് പൾസ് അറിയാവുന്ന മനുഷ്യരിൽ നിന്നുള്ള ഇൻ്റലിജൻസ് ഇവർക്ക് ലഭ്യമാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ അപ്പോൾ എവിടെയൊക്കെ സുരക്ഷാ ഗ്യാപ്പുണ്ട്, സെക്യൂരിറ്റി ഗ്യാപ്പ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നിഷ പറഞ്ഞല്ലോ, ഈ പറയുന്ന ബായ്സറൻ വാലി എന്ന് പറയുന്ന പ്രദേശം, അവിടെ ദിവസം തോറും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അതിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ സൈനിക ക്യാമ്പുകളുണ്ട്. അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡാണത്. സാധാരണ രീതിയിൽ ഈ സമയത്ത് അമർനാഥ് തീർത്ഥയാത്ര ജൂലൈയിലോ മറ്റോ കഴിയും. അതുവരെ അവിടെ വിനോദസഞ്ചാരം സാധാരണ അനുവദിക്കാറില്ല. അപ്പോൾ ഇത്രയും സൈനിക പോസ്റ്റുകളുള്ള അല്ലെങ്കിൽ സൈനിക ക്യാമ്പുകളുള്ള ഒരു റൂട്ടിൽ അമർനാഥ് തീർത്ഥാടകർക്ക് നേരെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത്ര സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിൽ 12,000 പേർ വരുമ്പോൾ ആ പ്രദേശത്ത് ഒരു തരത്തിലുള്ള സുരക്ഷയും വേണ്ടതില്ല. അവിടെ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടെ മെഡിക്കൽ എയ്ഡും സുരക്ഷാ സൈന്യവും എത്തിച്ചേരുന്നതെന്ന് വരുമ്പോൾ പച്ചയ്ക്ക് നഗ്നമായ ഈ പറയുന്ന സെക്യൂരിറ്റി ഫെയിലർ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ പറഞ്ഞപ്പോൾ 2 ആഴ്ച മുമ്പാണ് ഈ കശ്മീരിലെ സെക്യൂരിറ്റി സംബന്ധിച്ചുള്ള റിവ്യൂ മീറ്റിംഗ് നടന്നത്. ആ റിവ്യൂ മീറ്റിങ്ങിൽ ഉമർ അബ്ദുള്ള ഉണ്ടായിരുന്നില്ല, അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല എന്ന് ആലോചിക്കുക. അപ്പോൾ എവിടെയാണ് ആ സുരക്ഷാ വീഴ്ച എന്നുള്ളത് വ്യക്തമല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആരാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു തരത്തിലുള്ള വിവരവും ഡൽഹിയിൽ ഇരിക്കുന്നവർക്ക് കിട്ടണമെന്നില്ല. ഇനി മറ്റൊരു ഉദാഹരണം പറയാം. പാർലമെൻറ്റ് ആക്രമണം നടന്നു. പാർലമെൻറ്റ് ആക്രമണത്തിൽ പ്രതി ചേർക്കപ്പെട്ട സെയ്ദ് അലീഷ ഗീലാനി, അതിനുശേഷം അഫ്സൽ ഗുരു, തൂക്കിലേറ്റപ്പെട്ട അഫ്സൽ ഗുരു തൂക്കിലേറ്റപ്പെടുന്നതിന് മുമ്പ് പുറത്തുവിട്ട പ്രധാനപ്പെട്ട മൊഴി എന്താണ്? ഞാൻ എങ്ങനെയാണ് ഡൽഹിയിലെത്തിയത്? എന്നെ ഡൽഹിയിലെത്തിച്ചത് ദേവീന്ദർ സിംഗ് എന്ന പേരുള്ളൊരു IPS ഉദ്യോഗസ്ഥനാണ്. ഞാൻ അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് നടന്ന മനുഷ്യനായിരുന്നു. എന്നെ ഒരു കാര്യം പറഞ്ഞ്, ഞാൻ പോലീസിന് വിവരം കൊടുക്കുന്ന, ഈ പറഞ്ഞതുപോലെ അവിടെയുള്ള ഭീകരന്മാരെക്കുറിച്ച് പോലീസിന് വിവരം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ, ഇൻഫോമറാണ്. അപ്പോൾ എന്നെ ഡൽഹിയിലേക്ക് പറഞ്ഞു വിട്ടത് ദേവീന്ദർ സിംഗ് എന്ന് പറയുന്ന ആളാണ് എന്ന് അയാൾ പരസ്യമായിട്ട്. എന്തിനാണ് ദേവീന്ദർ സിംഗ് അഫ്സൽ ഗുരുവിനെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത്? ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. ഇതേ ദേവീന്ദർ സിംഗ്, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ മതി, 2 വർഷം മുമ്പ് തീവ്രവാദികളോടൊപ്പം യാത്ര ചെയ്യ കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ IPS ഉദ്യോഗസ്ഥൻ തീവ്രവാദികളോടൊപ്പം ഒരു കാറിൽ, ഈ ഭീകരന്മാരോടൊപ്പം കാറിൽ യാത്ര ചെയ്യേ ഇയാളെ കാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അയാൾ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ ചോദ്യം ചെയ്തോ? എന്താണ് അയാൾക്ക് ഭീകരന്മാരുമായിട്ടുള്ള ബന്ധം? ആരാണ് ഈ സെക്യൂരിറ്റി ഗ്യാപ്പ് കശ്മീരിൽ ഒരുക്കി കൊടുക്കുന്നത്? അതിൽ ഈ ദേവീന്ദർ സിംഗിനെ പോലുള്ളവരുടെ പങ്കെന്താണ്? ഇതിനെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിച്ചോ?
പുൽവാമ അറ്റാക്ക് ഉണ്ടായി. പുൽവാമ അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് ആ പുൽവാമ ഉൾപ്പെടുന്ന ആ ജില്ലയുടെ ചാർജുള്ള ഉദ്യോഗസ്ഥനാണ് ഇതേ ദേവിന്ദർ സിംഗ്. ഈ ദേവിന്ദർ സിംഗിന് ഇത്തരം ഇതിലുള്ള ഇൻവോൾവ്മെൻ്റ് എന്നാണ്. അയാൾ ഇപ്പോഴും എവിടെയാണ്? അയാൾ അറസ്റ്റ് ചെയ്തിട്ട് അയാൾ പുറത്താണോ, അത് ജയിലിലാണോ? പുൽവാമയിൽ ഈ ലോങ് കോൺവോയ് അയച്ചതിനെക്കുറിച്ചുള്ള തർക്കമുണ്ട്, പ്രശ്നമുണ്ട്. ആ പ്രശ്നത്തിൽ ഈ ദേവിന്ദർ സിംഗിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അപ്പോൾ ഇത്തരം ഗ്യാപ്പുകളെക്കുറിച്ച് അറിയാവുന്ന, ആ ഗ്യാപ്പുകൾ അടയ്ക്കാൻ കഴിയുന്നത് ആർക്കാണ്? അവിടെ നിന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികൾക്കാണ് കുറേ കൂടി നിയന്ത്രിക്കാൻ കഴിയുക. ഡൽഹിയിൽ നിന്ന് നിയന്ത്രിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഇതുപോലുള്ള ഇൻ്റലിജൻസ് ഫെയിലറുകൾ, സെക്യൂരിറ്റി ഗ്യാപ്പുകൾ, ഇൻ്റലിജൻസ് ഗ്യാപ്പുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണെന്ന് ചോദിച്ചാൽ കശ്മീരിനെ ഒരു സംസ്ഥാനമായി അംഗീകരിക്കാൻ കഴിയില്ല. അവിടെ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവിടെ അധികാരം നൽകില്ല. അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മനുഷ്യർ മുഴുവൻ വീട്ടുതടങ്കലിലാക്കിക്കൊണ്ട് അവിടെ ശാന്തി സമാധാനവും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്, ആയുധം ഉപയോഗിച്ച്, ഫോഴ്സ് ഉപയോഗിച്ച്. അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്. കശ്മീരിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ട ചരിത്രപരമായ പാഠം, എപ്പോൾ കശ്മീരികളെ ഇന്ത്യ ഗവൺമെൻറ് കേൾക്കാൻ ശ്രമിക്കുന്നു, എന്താണ് അവരുടെ ആസ്പിരേഷൻ, അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരാരും ഈ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നത് അവരെയല്ല. പാകിസ്ഥാനിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല അവിടെയുള്ള മനുഷ്യരെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുന്ന വിഷയത്തിൽ നമുക്ക് മനസ്സിലാവും. അതിനെ എതിർക്കുന്ന ആളുകളാണെങ്കിൽ അവരെ കേൾക്കാൻ തയ്യാറാവുക, അവരെന്താണ് ഇന്ത്യയോട് പറയാൻ ശ്രമിക്കുന്നത് എന്ന് കേൾക്കാൻ തയ്യാറാവുക. ആ ഭൂമി മാത്രമല്ല, ആ മനുഷ്യരെ കൂടി ഇന്ത്യക്കാരായി നമ്മളോടൊപ്പം ചേർത്ത് നിർത്തുക എന്ന് മാത്രമാണ് കശ്മീരിൽ ഇന്ന് നമ്മൾ കാണുന്ന ഭീകരതയെ തുടച്ചു നിൽക്കാനുള്ള ഒരേ ഒരു പരിഹാരം. കാരണം അവരാരും ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. എങ്കിൽ ആ മനുഷ്യരെ കൂടെ നിർത്തി അവരെ കേട്ടുകൊണ്ട് മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ, ഈ സെക്യൂരിറ്റി ലാപ്സ് പരിഹരിക്കാൻ കഴിയൂ. ഒരു കാര്യമുള്ളത്, ഇപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ മാത്രമാണ് ആക്രമണത്തിന് പ്രശ്നമൊക്കെ ഉണ്ടായി, പക്ഷേ തിരിച്ചടിക്കാൻ ഞങ്ങളല്ലാതെ മറ്റാർക്കെങ്കിലും ധൈര്യമുണ്ടോ? കോൺഗ്രസ്സുകാർ ഒരു കല്ലെങ്കിലും എടുത്തെറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കോൺഗ്രസിൻ്റെ 47-ലെ യുദ്ധം, 65-ലെ യുദ്ധം, 71-ലെ വാർ, 84-ലെ സിയാച്ചിൻ പിടിച്ചെടുത്ത ഓപ്പറേഷൻ മേഘ്ദൂത്, ഇതെല്ലാം കോൺഗ്രസിൻ്റെ കാലത്ത് നടന്നാണ്. പാകിസ്ഥാനെ ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധത്തിൽ തോൽപ്പിച്ച ചരിത്രം കോൺഗ്രസിനുണ്ട്. പിന്നെ സിയാച്ചിൻ പിടിച്ചെടുത്തതിൻ്റെ ചരിത്രം ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ട്. ഇതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ച് ഞങ്ങൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് മാത്രമേ ചരിത്രത്തിലുള്ളൂ എന്ന മട്ടിലും ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നടത്തിയ വീരകഥകളുടെ കാര്യം പറയുമ്പോൾ കാണ്ഡഹാർ കൂടി പറയണം, മസൂദ് അസറിനെ പറയണം. എന്നാലേ അത് പൂർണ്ണമാകുന്ന കാര്യം ഈ ആളുകൾ, ഈ എഴുതിവിടുന്ന ആളുകൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്.